ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് വിസ സേവനം സംബന്ധിച്ച പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമായിട്ടുണ്ട്. പുതിയതായി കരാർ ലഭിച്ച അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് നാളെ മുതൽ സേവനം ആരംഭിക്കുമെന്ന് ഇന്ത്യൻ എംബസി അറിയിക്കുകയാണ്. രാജ്യത്തെ വിവിധ എമിറേറ്റുകളിലായി 16 സേവന കേന്ദ്രങ്ങൾ ഉണ്ടാകും. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ട് കാണാം. UAE-യിലെ 45 ലക്ഷത്തോളമുള്ള ഇന്ത്യക്കാർക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇത്. കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇന്ത്യക്കാരുടെ പാസ്പോർട്ട്, വിസ, സർട്ടിഫിക്കറ്റ്, അറ്റസ്റ്റേഷൻ സേവന കാര്യങ്ങളിൽ ഒരു ആശങ്കയും അവ്യക്തതയും ആശയക്കുഴപ്പവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിപ്പോൾ പരിഹരിക്കപ്പെടുകയാണ്. നാളെ മുതൽ അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ സേവന കേന്ദ്രങ്ങൾ വഴി ഇന്ത്യക്കാർക്ക് ഈ സേവനങ്ങളെല്ലാം ലഭിക്കുമെന്നാണ് അബുദാബിയിലെ ഇന്ത്യൻ എംബസി അറിയിക്കുന്നത്. ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. 16 സേവന കേന്ദ്രങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടാകുക എന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഈ സേവന കേന്ദ്രങ്ങളൊക്കെ തന്നെ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പ്രവർത്തിക്കും. ഏറ്റവും പ്രധാനം ഇക്കാര്യത്തിൽ ഓൺലൈൻ ബുക്കിംഗ് ആദ്യം എടുക്കണം, സമയം ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യേണ്ട ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അതിന്റെ മേൽവിലാസം ഇങ്ങനെയാണ്: കോൺസുലാർ സേവ ഇൻ UAE.com. കോൺസുലാർ സേവ ഇൻ UAE.com വഴിയാണ് ആദ്യം സമയം എടുക്കേണ്ടത്. ആ സമയം അതുവഴി നമുക്ക് ബുക്ക് ചെയ്തതിന് ശേഷം അതിന്റെ 15 മിനിറ്റ് മുൻപാണ് നമ്മൾ ഈ സേവന കേന്ദ്രങ്ങളിൽ എത്തേണ്ടതെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സേവന കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും അധികം സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് അബുദാബിയിലാണ്. അൽ ഡ്രീം, മുസഫ, അലൈൻ, മദീനത്ത് സായിദ്, അൽ ഗയാത്തി, അൽ ദഫ്രയിലൊക്കെ സേവന കേന്ദ്രങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ദുബായിൽ 2 സേവന കേന്ദ്രങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് ബർദുബായും അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെന്റ് പാർക്കിലുമുണ്ട്. ഷാർജയിൽ അൽമജാസിലും ഇന്ത്യൻ എംബസിയിലും സേവന കേന്ദ്രങ്ങൾ ഉണ്ടാകും. അജ്മാനിൽ ഇന്ത്യൻ അസോസിയേഷൻ, ഉമ്മൽ ഖുവൈനിലും ഇന്ത്യൻ അസോസിയേഷൻ, റാസൽ ഖൈമയിൽ ഇന്ത്യൻ റിലീഫ് കമ്മിറ്റി, ഫുജൈറയിൽ സോഷ്യൽ ക്ലബ്ബ്, കൽബയിലും സോഷ്യൽ ആൻഡ് കൾച്ചറൽ ക്ലബ്ബ്, ഇവിടെയൊക്കെ സേവന കേന്ദ്രങ്ങൾ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ BLS, IVS എന്ന് പറയുന്ന സ്ഥാപനങ്ങളെ ഒഴിവാക്കിയ ശേഷമുള്ള നിയമ പോരാട്ടങ്ങളൊക്കെയാണ് ഇത്രയും നാളുകൾ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇക്കാര്യ സേവനങ്ങളൊക്കെ ആളുകൾക്ക് നേരിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പാസ്പോർട്ട് സേവനത്തിനുള്ള തുക, അതിന്റെ ഒപ്പം 19 ദിറംസ് കൂടി സർവീസ് ചാർജ്, ഇതാണ് നൽകേണ്ടതെന്നും എംബസിയും കോൺസുലേറ്റും വ്യക്തമാക്കുന്നുണ്ട്. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.